ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഹോണസ്റ്റ് മലബാറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാലയങ്ങൾ തുറന്നുവെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ പിള്ളേർക്ക് കോവിഡിൻ്റെ, അതായത് 18 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് കോവിഡിൻ്റെ ഹോമിയോ ഗുളിക കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് നമുക്ക് aims-kerala.gov എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് പോകാം. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. എന്നിട്ട് നമ്മൾ ആ സൈറ്റിൽ നമ്മൾ ആദ്യം ചെന്നിട്ട് നമ്മൾ മൊബൈൽ നമ്പർ ആദ്യം അടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഒരു യൂസർ നെയിം അടിച്ചു കൊടുക്കുക. പിന്നെ ഇമെയിൽ മാൻഡേറ്ററി അല്ല, ഇമെയിൽ വേണമെങ്കിൽ അടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അഡ്രസ്സ് നമ്മൾ എന്തായാലും കൊടുക്കണം. നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് എന്തായാലും എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് പാസ്വേഡ് സെയിം ആയിട്ടുള്ള പാസ്വേഡ് റീ എൻ്റർ ചെയ്തിട്ട് അതിനുശേഷം നമുക്കൊരു ക്യാപ്ച വരും. ക്യാപ്ച നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഗ്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ അഗ്രിയും കൂടെ കൊടുത്തതിന് ശേഷം നമ്മൾ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മുടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോഴേക്കും സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പോപ്പപ്പ് വരും. നമ്മൾ ഓക്കെ അടിച്ചു കൊടുക്കുക. ഓക്കെ അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് വേറൊരു പേജിൽ പോകും. അവിടെ നമുക്ക് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അവിടെ ആ സൈഡിൽ നമുക്ക് നമ്മുടെ കുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാറുണ്ട്. കുട്ടിയുടെ പേര്, വയസ്സ്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത്, ഇയർ. അതിനുശേഷം നമുക്ക് കുട്ടിക്ക് ആധാർ ഉണ്ടെങ്കിൽ ആധാർ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ആധാർ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ സ്കൂളിൻ്റെ ID കാർഡ് നമ്പർ അടിച്ചു കൊടുക്കണം. പിന്നെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്ത് അതിനുശേഷം പാരൻറ്റിൻ്റെ നെയിം കൊടുക്കണം. പിന്നെ റെസിഡൻഷ്യൽ അഡ്രസ്സ് കൊടുക്കണം. പിന്നെ നമ്മൾ ഏത് സ്കൂളിലാണ്, ആ കുട്ടി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് അത് കൊടുക്കുക, സിലബസ് കൊടുക്കുക. പിന്നെ ഡിസ്ട്രിക്റ്റ് ഏതാണോ ആ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതും കൂടെ കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് സ്കൂളിൻ്റെ നെയിം അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്ലാസ്സും ഡിവിഷനും അടിച്ചു കൊടുത്തു കഴിയുമ്പം സേവ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. സേവ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അടിയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ സ്റ്റുഡൻറ്റ് ആഡഡ് സക്സസ്ഫുള്ളി, നമ്മുടെ ടോക്കൺ ID നമ്പർ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഫുള്ള് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അതിൽ നമ്മൾ സെലക്ട് സ്ലോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. സ്ലോട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണോ ആ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ, മുനിസിപ്പാലിറ്റിയിലാണോ പഞ്ചായത്തിലാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പഞ്ചായത്ത്, ഇപ്പം ഞാൻ കള്ളാർ പഞ്ചായത്തിലാണുള്ളത്, അപ്പോൾ കള്ളാർ പഞ്ചായത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മളുടെ ഹോമിയോ ഡിസ്പെൻസറി ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡേറ്റ് നോക്കിയിട്ട് ആ ഡേറ്റ് നമ്മൾ ബുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ബുക്കായതായിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 28-ാം തീയതിയിലേക്ക് ബുക്ക് ചെയ്തു. എൻ്റെ സക്സസ്ഫുള്ളി ബുക്ക്ഡ് ആയിട്ടുണ്ട്. അതിൻ്റെ നമ്പറും വന്നിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.